ആറേഷോ, നീ പറഞ്ഞ അഡ്രസ്സിലെ ആ ആളും വീടും അതൊക്കെ എപ്പോഴും ഉണ്ടാകുമോ? ഐ എം നോട്ട് ഷുവർ, ബട്ട് ജസ്റ്റ് ഒരു ട്രൈ. എന്നാലും എനിക്കൊരു പേടി. ഇപ്പോൾ ഏകദേശം 24-25 ഇയേഴ്സായി. എനിക്ക് തോന്നുന്നില്ല. നിനക്ക് വരാൻ മടിയാണെങ്കിൽ വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. എനിക്കിത് ചെയ്തേ പറ്റൂ. നിന്നെ ഒറ്റയ്ക്ക് ഇന്ത്യയിലേക്ക് ഞാൻ വിടത്തില്ല, ഞാനും വരാം. ക്യാത്തി, ഐ എം ടയർഡ്. അങ്ങനെ പറയല്ലേ, ഇനിയും നമുക്ക് ട്രാവൽ ചെയ്യാനുള്ളതാ. സോ കം ബേബ്. ഓ മൈ ഗോഷ്. ക്യാബ് ബുക്കായോ? കുറേ ടൈമായല്ലോ. ഇപ്പൊ വരൂടാ. നിന്ന് കാല് വേദനിക്കുന്നു. Excuse me, ma'am. Adeline, ma'am? Yeah, it's me. Kathy, വാ. ഇതാണോ നമ്മുടെ കാർ? വാ വേഗം. ഓഹോ, എത്ര ടൈമായി ഞങ്ങളിവിടെ നിൽക്കുന്നതെന്ന് അറിയാവോ? കറക്റ്റ് ടൈമിൽ വരാൻ പഠിക്കണം. സോറി മാം, റോഡ് ബ്ലോക്ക് ആയിരുന്നു, അതാ. മാം, എവിടേക്കാ പോകണ്ടേ? ഈ അഡ്രസ്. മാം, ഇവിടെ എന്തിനാ പോകുന്നേ? അതെന്തിനാ താൻ അറിയുന്നേ? തൻ്റെ ജോലി ഞങ്ങൾ അവിടെ കൊണ്ടുവന്നാക്കുക എന്നതാണ്. അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയണ്ട. സോറി മാം. മാം, പറഞ്ഞ പ്ലേസ് ഇതാണ്. ഓക്കെ. കാത്തി, എനിക്ക് എത്തി. അപ്പൊ ശരിടോ, ബൈ. ഫൈനലി വീട് കണ്ടെത്തി. ഇനി ആ സ്റ്റോറിയിലെ ക്യാരക്ടേഴ്സ് ഇവിടെ ഉണ്ടാകുമോ? വൈ നോട്ട്? ഈ വീട് ഇവിടെ ഉണ്ട് എങ്കിൽ അവരും ഉണ്ടാകും. നീ ആരാന്ന് പറഞ്ഞ അവിടെ ഇൻട്രൊഡ്യൂസ് ആകുന്നേ? അത് ഞാൻ സത്യമായി തന്നെ പറയും. അത് വേണ്ടടാ, അവർ നിന്നെ അക്സെപ്റ്റ് ചെയ്യില്ല. ഹേയ്, ആർ യു മിസ്റ്റർ ചന്ദ്രശേഖരൻ? ആരാ? ഐ ആം കാതറിൻ ആൻഡ് ദിസ് ഈസ് ആഡ്ലിൻ. ഞങ്ങൾ സ്വിറ്റ്സർലൻഡിൽ നിന്ന് വരുന്നതാ. അവിടുന്ന് എന്താ ഇങ്ങോട്ടേക്കായിട്ട് വന്നതാണോ? യെസ്, ആക്ച്വലി ഞങ്ങൾ അളകനന്ദ മാമിനെ കാണാൻ വേണ്ടി വന്നതാ. ഞാൻ നന്ദ മാമിൻ്റെ വലിയൊരു ഫാനാണ്. ഞങ്ങൾ ടൈംസ് ഓഫ് സിസ് എന്ന സിസ് ടെലിവിഷൻ ചാനലിൻ്റെ വർക്കേഴ്സാണ്. സോ നന്ദ മാമിൻ്റെ ന്യൂ നോവൽ ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി വിട്ടതാ. ആഹാ, നന്ദയെ അറിയുന്നത് ശരി, എന്നെ എങ്ങനെ അറിയും?
അത് ഞങ്ങളുടെ കമ്പനി റൂൾസ് ആണ്. ഒരു പ്രൊജക്ട് കിട്ടിയാൽ ആ പ്രൊജക്ടിന്റെ ഫുൾ ബേസിക്സ് അറിഞ്ഞിരിക്കണം. സോ നന്ദ മാമിന്റെ അച്ഛനെന്ന നിലയ്ക്ക് പേരറിയാം. കണ്ടപ്പോ ചെറിയൊരു ഡൗട്ട് ഉണ്ടായി, ബട്ട് ഇപ്പൊ ക്ലിയർ ആയി. ആഹാ, രണ്ടാളും മിടുക്കികളാണല്ലോ. പാറു പാറു എന്താ ചന്ദ്രേട്ടാ? ഈ കുട്ടികളൊക്കെ ആ, ഇത് നന്ദയെ ഇന്റർവ്യൂ ചെയ്യാൻ വന്ന പിള്ളേരാ. ഹായ്. അകത്തേക്ക് വാ മക്കളെ. നിങ്ങള് പാൽച്ചായ കുടിക്കില്ലേ? ആ, ശിവ മോളെ 2 പാൽച്ചായ എടുത്തോളൂ ട്ടോ. മക്കൾ ഇവിടെ ഇരിക്കേ. ആ, നന്ദാ മാം എവിടെ? അവള് മൂന്നാറാ മക്കളെ. ഏതോ ബുക്കിന്റെ എന്തോ വേണ്ടി പോയതാണ്. 3 ദിവസം കഴിഞ്ഞേ വരുള്ളൂ എന്നാ പറഞ്ഞത്. ആ, അത് സാരമില്ല. ആ, മക്കൾ എവിടെ താമസം? ഇതുവരെ ഒന്നും ആയില്ല, നോക്കണം. ആക്ച്വലി ഞങ്ങൾ കേരളത്തിൽ ഫസ്റ്റ് ടൈമാണ്. അയ്യോ, എന്നൊരു കാര്യം ചെയ്യ, മക്കൾ ഇവിടെ നിൽക്ക്. 2 പേരല്ലേ, അത് കുഴപ്പമില്ല. നിങ്ങൾ ഒറ്റയ്ക്ക്, അതും പരിചയമില്ലാത്ത സ്ഥലത്ത്, അയ്യോ ഓർക്കാൻ കൂടെ വയ്യ. എനിക്ക് പേടിയാ. അതുകൊണ്ട് മക്കൾ ഇവിടെ നിന്നോ. നന്ദ 3 ദിവസം കഴിയുമ്പോ വരും. ആ പാറുമ്മ. ഇതെന്റെ മോന്റെ ഭാര്യയാണ്. ശിവ എന്ന് വിളിക്കും. ശിവാനി എന്നാ പേര്. ഓ, ബോറടിക്കുന്നല്ലോ. ഈ ക്യാത്തിയുടെ മീറ്റിംഗ് ഇതുവരെ കഴിഞ്ഞില്ലേ? ഇതെവിടെ ഈ സൗണ്ട് വരുന്നേ? ഹേയ്, ദോ എന്താണ്, കിളി മൊത്തം പോയോ? ഓ സോറി, ആക്ച്വലി താൻ നൈസ് ആയിട്ടുണ്ട്. എനിക്കിഷ്ടായി. എന്നെ ഇഷ്ടമായെന്നാണോ അതോ ഞാൻ പ്ലേ ചെയ്തത് ഇഷ്ടായെന്നാണോ? അല്ല, താൻ പ്ലേ ചെയ്തത് ഇഷ്ടായെന്ന്. ഓ, അപ്പൊ എന്നെ ഇഷ്ടായില്ല? ഏയ്, അങ്ങനെയല്ല. ഓ, അപ്പൊ എന്നെ ഇഷ്ടായി. പോടോ. തെന്നൽ നിലാവിൻ്റെ കാതിൽ ചൊല്ലി, മണ്ണിൽ മഴത്തുള്ളി മെല്ലെ ചൊല്ലി, കണ്ടോ, കള്ളം പറഞ്ഞിട്ടാ. ഞാൻ കള്ളമൊന്നും പറഞ്ഞില്ല. തെന്നൽ നിലാവിൻ്റെ കാതിൽ ചൊല്ലി. ഷേ, ഇവളിതവിടെ പോയി? ആഡി ആഡി. ഇനി പാറുമ്മയുടെ റൂമിലെങ്ങാനും ഉണ്ടാകുമോ? ചെന്ന് നോക്കിയേക്കാം. പാറുമ്മ, പാറുമ്മ. ഷേ, ഇവിടെ ഒന്നും ആരുമില്ലെന്ന് തോന്നുന്നു. മോളെ, എന്താ അവിടെ ഒരു ശബ്ദം? പാറുമാ, ദേ ഞാനൊരു കള്ളി പിടിച്ചിട്ടുണ്ട്. അയ്യോ കണ്ണ, അത് കള്ളിയൊന്നുമല്ല. ആ കൊച്ചിന് വിടേ, അതിന് ശ്വാസം മുട്ടും. ഓഹോ, അമ്മേ. എടാ കള്ള, നീയോ? നിന്നെ ഞാൻ അപ്പോഴേ നോട്ട് ചെയ്തതാ. പാറുമ്മ, പോലീസിനെ വിളി. ആ പാറുമാ, പോലീസിനെ വിളി. എന്നിട്ട് ഇവിടെ പോലീസിൽ കൊടുക്കാം. അയ്യോ മക്കളെ, നിങ്ങളങ്ങനെ പരസ്പരം അടി കൂടാതെ
മോളെ ഇതാരാന്ന് മനസ്സിലായോ മോൾക്ക്? അറിയാം, ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നാക്കിയ ടാക്സി ഡ്രൈവർ കള്ളൻ. അയ്യോ മോളെ തെറ്റിദ്ധരിക്കല്ലേ. മോള് ഇന്റർവ്യൂ ചെയ്യാൻ വന്ന അളകനന്ദയുടെ ഏക മകനാണത്. ഈ നിൽക്കണ ഞങ്ങളുടെ കണ്ണൻ. പാറുമാ, പോലീസിനെ വിളി. എന്റെ റൂമിൽ കക്കാൻ കയറിയ യുവതിയെ പോലീസ് പിടിച്ചോണ്ട് പോട്ടെ. കണ്ണാ വേണ്ടാട്ടോ, തമാശകളാ. മോള് വാ. എന്താടി ഉണ്ടക്കണ്ണി കള്ളി? പോടാ പട്ടി. പാറുമാ, അതാ വരുന്നു മോനെ. ഓ ഇതാര്? നാടിന്റെ സൽഗുണ പുത്രനോ? പാറുമാ, അതിന് അമ്മമ്മ എന്തിനാ വിളിക്കണേ? ദേ ചേട്ടനാണെന്നൊന്നും ഞാൻ നോക്കില്ല കേട്ടല്ല. എന്താടാ രാവിലെ തന്നെ രണ്ടും? എല്ലച്ചാ, ഞാനല്ല ഇവനാണ് ഇഷു. രാവിലെ തന്നെ അവനെ ചൊറിഞ്ഞില്ലേ നിനക്ക് ഇരിക്കപ്പുറത്തി ഉണ്ടാവില്ല. എന്തമ്മൂ, എന്താ ഇത്? കുക്കുംബർ സിറ്റിയോ? പാറു, ചായ. എന്താണ് അച്ഛനും മക്കളും രാവിലെ തന്നെ ഒരു ബഹളം? ജോൺ വഴി ഓൾഡുകായി സ്ഥിരം നടക്കുന്ന പ്രോസസ് തന്നെ. പാറു, ഇഷുവിന്റെ ആ ചൂരിലിങ് എടുത്തോണ്ട് പോരെ. അയ്യന്റെ മോനെ. അപ്പൊ ശരി, അടുത്ത ഉത്സവത്തിന് കാണാം. ആ മക്കളെ വാ, പാറുമേടെ നല്ല അസ് ദോശയും ചമ്മന്തിയും കഴിക്കാം. പോടാ പട്ടി. എന്താ മോളെ? അയ്യോ ഒന്നുമില്ല. ആ ഡാ, ഞാൻ ഇന്നലെ പറഞ്ഞ പിള്ളേര് വരാം. നമ്മുടെ മാളൂര് ഇന്റർവ്യൂ എടുക്കാൻ വന്നവൻ. ആ, ഞാൻ അവളുടെ ചേട്ടനാണ്. ആഹാ, എല്ലാരും ഉണ്ടല്ലോ. ഇഷു എവിടെ? ചന്ദ്രേട്ടൻ വടിയെടുക്കൂന്ന് പറഞ്ഞപ്പോ തന്നെ ചേട്ടൻ സ്റ്റാൻഡ് വിട്ടു. ഓഹോ, എന്നാ വാ നമുക്ക് കഴിക്കാം. അമ്മേ, അച്ഛാ, ഞാൻ എയർപോർട്ട് വരെ പോവാ. ആനന്ദ് വരാൻ ടൈമായി. ആ, സൂക്ഷിച്ചു പോയിട്ട് വാ മോനെ. നേരെ ഇങ്ങോട്ട് തന്നെ വന്നോണം. അനിയനെ കണ്ടപാട് രണ്ടു കറങ്ങാനായിട്ട് പോയേക്കല്ല്. ഓ ഇല്ലായേ. ആനന്ദ് ഈസ് നന്ദന മാമിന്റെ അനിയൻ അല്ലേ? ആ അതെ അതെ. ഖ്യാതി, ഐ ആം സോ ബോർഡ്. മീറ്റു. എന്നാ ചെയ്യാ? ഓയ്, നമ്മുടെ ആ നന്ദന മാമിന്റെ മോനില്ലേ അങ്കിത്, നമുക്ക് അവനോട് ഇവിടേക്ക് ഒന്ന് ചുറ്റിക്കാണിക്കാനായിട്ട് പറഞ്ഞാലോ? നോ നോ നോ, അവന്റെ കൂടെ ഞാനില്ല. എന്താണ് രണ്ടും ഇവിടെ ഇരുന്നൊരു സംസാരം? ഒന്നുമില്ല പാറുമാ, ഇവൾക്കേ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് മടുത്തെന്ന്. എങ്ങോട്ടെങ്കിലും പോയാലോ എന്നൊരാലോചന. ആ, ഞാനിത് അങ്ങോട്ട് പറയാൻ വരുമായിരുന്നു. മാള് എന്തായാലും നാളെയല്ലേ വരുള്ളൂ. അതുവരെ മക്കൾ ഇവിടേക്ക് ഒന്ന് കറങ്ങിയിട്ട് വാ. ഞാൻ കണ്ണനോട് പറഞ്ഞിട്ടുണ്ട്, അവൻ റെഡിയാ. മക്കള് പോയി റെഡി ആയിട്ട് വാ. ഓക്കെ, ഐ ആം റെഡി. ഖ്യാതി വാ. ഓഹ്, ഏത് നേരത്താണോ? ഓക്കെ അങ്കിത്, ലെറ്റ്സ് ഗോ. അങ്കിത്, എന്ത് പറ്റി? ഞാനെല്ലാം ഒന്ന് നോക്കി വെക്കുവായിരുന്നു. കള്ളന്മാരുടെയും കള്ളിമാരുടെയും ഒക്കെ കാലമല്ലേ. നോക്കി നിൽക്കുമ്പോ തന്നെ അടിച്ചോണ്ട് പോയാലോ? അതാ ഞാൻ എല്ലാം നോക്കി വെക്കുന്നത്. എടോ, എങ്ങനെയുണ്ട് ഞങ്ങളുടെ പ്ലേസ് ഒക്കെ? റിയലി അമേസിംഗ്. അമ്മ പറഞ്ഞു തന്നതിലൂടെയാ ഞാൻ കേരളം കണ്ടിട്ടുള്ളത്. ബട്ട് ഇറ്റ്സ് റിയലി അമേസിംഗ്. പറഞ്ഞറിഞ്ഞതിനേക്കാളും കണ്ടനുഭവിക്കുന്നതിനാ അതിന്റെ രസം. അതെ, ഇവിടെ നിന്നൊന്നും കക്കാൻ കിട്ടില്ല കേട്ടോ. അല്ല, ഇത്ര സൂക്ഷ്മമായി ഇങ്ങനെ സ്നാപ്പ് എടുക്കുന്നത് കൊണ്ട് പറഞ്ഞതാ. എങ്ങനെയുണ്ട്? ഇഷ്ടായോ ഇവിടം? അത് തന്നോട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓ എന്റെ അമ്മോ, തനിക്കെന്താ ജാടയാടോ? ആ കുട്ടിയെ കണ്ടുപിടിക്ക്. എല്ലാത്തിനും നല്ല മണി മണി പോലെ ഉത്തരം നൽകും. താൻ ഫസ്റ്റ് ടൈം ആണോ കേരളത്തിൽ? ആ അതെ. തന്റെ പേരൻസ് ഒക്കെ? ഓ
എന്റെ അമ്മോ, എന്റെ അമ്മയെ ചോദ്യം ചെയ്യാൻ വരുന്ന ആൾക്കാരല്ലേ, വല്ല ബോംബുമായിട്ടാണോ വരുന്നതെന്നൊക്കെ എനിക്കറിയണ്ടേ, അതുകൊണ്ടാ ചോദിക്കുന്നത്. എന്തിയേ? പാരൻസ് ഒക്കെ അവിടെ സ്വിറ്റ്സർലൻഡിൽ തന്നെയാണ്. ആൻഡ് എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. ഓ സോറി, എനിക്കും അമ്മ മാത്രമേ ഉള്ളൂ. അപ്പോ നമ്മൾ സെയിം ആണ്. ആ എത്തിയാ? താമസിച്ചപ്പോ ഞാൻ അങ്ങ് പേടിച്ചു പോയി. മൂന്നാളും കയറിച്ചില്ലേ? ആ കണ്ണാ, അമ്മ വന്നിട്ടുണ്ട് കേട്ടോ. വന്നാ? അറ്റ് ലാസ്റ്റ് സ്റ്റോറിയിലെ ഫൈനൽ ക്യാരക്ടർ കൂടി എത്തി അല്ലേ? ഇനിയാണ് നമ്മുടെ സ്റ്റോറിയുടെ സ്റ്റാർട്ടിങ്. പാറുമ്മ, നന്ദാ മാം എവിടെ? വന്നെന്ന് പറഞ്ഞു, ഇത്രയും നേരമായിട്ടും കണ്ടില്ല. ആ, അവളെ ഇനി നാളെ കിട്ടത്തുള്ളൂ. അമ്മയും മോനെ ഒരുമിച്ചാ പിന്നെ കുറേ കഥകൾ ഇങ്ങനെ പറഞ്ഞ് അവരുടെ സമയം കഴിച്ചു കൂട്ടും. മോള് പോയി കിടന്നോ, ഇനി നാളെ അവളെ കാണാൻ പറ്റത്തുള്ളൂ. ആ പാറുമ്മ. പാറുമ്മ, ആ ദാ വരുന്നു കണ്ണോ. ഇന്ന് നേരത്തെ കയറിയോ? ആഹാ, നല്ല പുട്ടിങ്ങാണല്ലോ. ഒന്ന് പോടർക്ക. നീ ഇങ്ങോട്ടേ കേറി ചെല്ലണേ. കാത്തി, അടി വാങ്ങോ നീ? നീ താഴത്തേക്ക് പൊക്കോ, ഞാൻ മാമിനെ കണ്ടിട്ട് വരാം. സൂക്ഷിച്ചു വേണേ, ഞാൻ താഴെ ഉണ്ടാകും. ഇറക്കി വിട്ടാ ഇറങ്ങി ഓടാലോ. അയ്യ പൊടി. അളകനന്ദാ മാം. ആ ദാ വരുന്നു. ഐ തിങ്ക് യു ആർ കാതറിൻ. ഞാൻ വായിച്ചറിഞ്ഞ എൻ്റെ സ്റ്റോറിയിലെ പ്രിൻസസ്. എന്ത് സുന്ദരിയാണ് ആ കണ്ണുകൾ, അതിൽ എല്ലാ ഭാവങ്ങളും നിറഞ്ഞു നിൽക്കുന്നു. എടോ, താനിതേത് ലോകത്താ? ഓ സോറി മാം. ഞാൻ വരാൻ കുറച്ച് ലേറ്റായി. നിങ്ങൾ വരുമെന്ന് നേരത്തെ ഇൻഫോർമേഷൻ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ആ പരിപാടി പോകാതിരിക്കുമായിരുന്നു. ഇറ്റ്സ് ഓക്കെ മാം. എന്നാൽ നമുക്ക് ഇന്റർവ്യൂ തുടങ്ങാം. ഞാൻ റെഡിയാണ്. ആ ഓക്കെ. ആ കൊച്ചേർക്ക, നീ ഔട്ടായിട്ടാ? ദേ നോക്ക്. അഡ്ലി വാ, റെഡിയല്ലേ? ഞങ്ങളും വന്നോട്ടെ ഇന്റർവ്യൂ കാണാൻ? ആ പിന്നെന്താ, വന്നോളൂ. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. നീ പേടിക്കണ്ട, എല്ലാം നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ. ഓക്കെ ഓക്കെ. മാം, ആർ യു റെഡി? ഓ യെസ്. ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ഷോ എ കോഫി വിത്ത് കാതറിൻ. ഇന്ന് നമ്മുടെ കൂടെ ചേർന്നിരിക്കുന്നത് മലയാളികളുടെ അല്ല, സൗത്ത് ഇന്ത്യ മുഴുവൻ പ്രിയങ്കരിയായ എഴുത്തുകാരി മിസ്സസ് അളകനന്ദ. മാം, വെൽക്കം ടു അവർ ഷോ. താങ്ക് യു മാം. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. മാമിൻ്റെ ഏറ്റവും പുതിയ നോവലായ നിലാവിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചതിന്. താങ്ക് യു. ഓക്കെ മാം, ഹൗ ഡു യു ഫീൽ? ഞാൻ എന്താ പറയാ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയ ഒരു ത്രെഡാണ്. അത് വെച്ച് ഞാൻ അങ്ങ് എഴുതി തുടങ്ങി.
എഴുതിയപ്പോ പോലും ഞാൻ വിചാരിച്ചില്ല അത് ഇത്രയും ഹിറ്റ് ആകും എന്നുള്ള കാര്യം. അതാണ് തൊട്ടതെല്ലാം പൊന്നാക്കിയെടുത്ത എഴുത്തുകാരി. മാം, നമ്മുടെ ഇൻ്റർവ്യൂവിൻ്റെ ഫൈനൽ ക്വസ്റ്റ്യൻ ഇറ്റ്സ് പേഴ്സണൽ ആണെന്നറിയാം, എന്നാലും ചോദിക്കുക. ഡു യു മിസ് സംവൺ? ആക്ച്വലി ആ സ്റ്റോറിയിലൊരു മിസ്സിംഗ് ആണ് വായനക്കാർക്ക് ഫീൽ ആയത്. അത്ര ഭാവനയോടെ ആ മിസ്സിങ്ങിനെ അവിടെ അവതരിപ്പിക്കണമെങ്കിൽ ഐ തിങ്ക് ഡു യു മിസ് സംവൺ? I miss my everything, my world. മാം, ഇഫ് യു ഡോണ്ട് മൈൻഡ് ഞങ്ങളുമായി അതൊന്ന് ഷെയർ ചെയ്യുമോ? യെസ്, അവൾ എൻ്റെ ഏറ്റവും നല്ല ഒരു സുഹൃത്തായിരുന്നു. ചില സമയം അവൾ എൻ്റെ ചേച്ചിയായിട്ട് വരും, ചിലപ്പോഴൊക്കെ എൻ്റെ അമ്മ, ചില സമയത്തൊക്കെ എൻ്റെ അച്ഛൻ, ഏട്ടൻ, അനിയൻ, എന്തിനേറെ പറയുന്നു എൻ്റെ പാർട്ട്ണറായിട്ട് വരെ വന്നിട്ടുണ്ട്. ഒരു മനുഷ്യൻ്റെ ഏതെല്ലാം സ്ഥാനത്തേക്ക് കയറി പറ്റാവോ അതിലൊക്കെ അവൾ കടന്നു വന്നിട്ടുണ്ട്. പണാനുള്ളി മൈൻഷൻ, അച്ഛൻ, അമ്മ, അനിയൻ, ചേട്ടൻ എന്ന എൻ്റെ വലിയ ലോകത്തിലേക്ക് അൺഎക്സ്പെക്റ്റഡായി കടന്നു കയറിയവൾ, എൻ്റെ ജീവിതത്തെ പ്രകാശമാക്കിയവൾ. ഞാൻ 4 പഠിക്കുമ്പോഴാണ് സ്കൂളിലെ ഒരു കഥയെഴുത്തിന് ചേരുന്നത്. എനിക്ക് വലിയ കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഞാൻ എഴുതി ഒരു കുഞ്ഞി കഥ. പക്ഷെ അവിടെ ഞാനത് കൊടുത്തില്ല. അന്ന് വൈകുന്നേരം സ്കൂള് വിട്ട് നടന്നു വരുമ്പോഴാണ് ഞാനൊരു കാഴ്ച കണ്ടത്. ഒരു കുഞ്ഞു പെൺകുട്ടിയെ അവളുടെ അമ്മ തല്ലുന്നു. അവള് ഭയങ്കര കരച്ചില. എന്തോ കണ്ടപ്പോ എനിക്കൊരു പാവം തോന്നി. അപ്പോഴേക്കും അച്ഛൻ ലൈബ്രറിയിൽ പോയി. ഞാൻ അവിടെ തന്നെ നിന്നു അവളെ നോക്കി. കുറച്ചു സമയത്തിന് ശേഷം അവൾ ആ ലൈബ്രറിയിലേക്ക് കയറിപ്പോയി. ഒരു കുഞ്ഞു ബാലരമ അതാ അവളുടെ കയ്യിലുണ്ടായിരുന്നത്. അതവൾ ആ കടക്കാരന് കൊടുത്തു. തിരിച്ചിറങ്ങി വന്നപ്പം അവളുടെ അമ്മയുമായി അവൾ പിണങ്ങി മാറിയിരുന്നു ഒറ്റയ്ക്ക്. എനിക്കെന്തോ അത് കണ്ടപ്പോ വല്ലാത്തൊരു സങ്കടം വന്നു. അവളോട് സംസാരിക്കണമെന്ന് എൻ്റെ മനസ്സാഞ്ഞു. രണ്ടും കൽപ്പിച്ച് ഞാൻ അവളുടെ അടുത്ത് ചെന്നു. അവളോട് ഞാൻ ചോദിച്ചു. എൻ്റെ കഥ ഞാൻ അവൾക്ക് കൊടുത്തു. അവൾക്കത് വലിയ സന്തോഷമായി. പിന്നീട് എല്ലാ ദിവസവും ഞാൻ എഴുതുന്ന കുഞ്ഞു കുഞ്ഞു കഥകൾ ഞാൻ അവൾക്ക് കൊടുക്കും. അവളത് വായിക്കും, അതിനെക്കുറിച്ച് സംസാരിക്കും. പിന്നീട് അതെല്ലാ ദിവസം പതിവായി. അവളാണ് എൻ്റെ ആദ്യത്തെ ആരാധിക. അവളാണ് ഞാൻ എഴുതുന്ന എൻ്റെ കഥകൾ ആദ്യമായി വായിക്കുന്നത്. അങ്ങനെ എപ്പോഴോ ഞങ്ങൾ 5 പേരടങ്ങുന്ന എൻ്റെ ആ വലിയ ലോകത്തിലേക്ക് അവളും കയറപ്പെട്ടു. പിന്നെ ഞങ്ങളുടെ സ്ഥിരം മീറ്റിംഗ് പ്ലേസ് ആയി മാറി ആ ലൈബ്രറി. എന്നും വരും. വ്യത്യസ്ത സ്കൂളുകളിലാണെങ്കിലും എല്ലാ ദിവസവും ഒരു ടൈം ഞങ്ങൾ അവിടെ കാണും. ഞങ്ങൾ സംസാരിക്കും, അന്ന് നടന്ന വിശേഷങ്ങൾ പങ്കുവയ്ക്കും. കടയിൽ നിന്ന് മേടിക്കുന്ന കുഞ്ഞു കുഞ്ഞ് മിഠായി, ലേസ് അങ്ങനെ പലതും ഞങ്ങൾ പങ്കുവയ്ക്കും. ഒരു ദിവസം പോലും ഞങ്ങളെ കാണാതിരിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്കും ഞങ്ങൾ അടുത്തു പോയിരുന്നു. ഒരു ദിവസം ഒരാളെ കാണാതായാൽ അന്നത്തെ ദിവസം 2 പേർക്കും വല്ലാത്ത വിഷമമായിരിക്കും. ഞങ്ങൾ പോലും അറിയാതെ ഞങ്ങളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ പൊടിയും. ഇപ്പോൾ നിങ്ങൾ കാണാറില്ലേ ആ ഏഞ്ചൽ ഇപ്പോൾ എവിടെയാ? സോറി മോളെ, ഐ ആം നോട്ട് ഓക്കെ വിത്ത് ദാറ്റ്.
ഓ ഇറ്റ്സ് ഓക്കെ മാം. ഞങ്ങളെ അക്സെപ്റ്റ് ചെയ്ത് ഞങ്ങളുടെ ഇൻ്റർവ്യൂവിൽ സഹകരിച്ചതിന് താങ്ക് യു സോ മച്ച്. ഡാ നമുക്ക് ഇവിടുന്ന് പോകേണ്ട സമയമായി. പോകാം. എന്താണ് രണ്ടുപേർക്കും ഒരു സാഡ്നസ്? ഒന്നുമില്ല ചേട്ടാ, ഞങ്ങൾ പോകാറായി. അതിൻ്റെ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. 3 days കഴിഞ്ഞ് പോകാം. ആഡ്ലിൻ, താൻ എനിക്ക് തന്ന പ്രോമിസ് മറന്നോ? പ്രോമിസാ? ജസ്റ്റ് കിഡിങ്. എടോ, നാളെ കഴിഞ്ഞ് എനിക്കൊരു സ്റ്റേജ് പ്രോഗ്രാം ഉണ്ട്. സോ നിങ്ങൾ രണ്ടുപേരും വരണം. അത് കഴിഞ്ഞ് പോകാം. ഷുവർ. പിന്നെന്താ, നമുക്ക് പൊളിക്കാം. ഓയ് കള്ളി, തന്നോട് ഞാൻ പറഞ്ഞതല്ലേ കള്ളിയല്ലെന്ന്. വീണ്ടും വീണ്ടും കള്ളിന്ന് വിളിച്ചാലുണ്ടല്ലോ. ആഹാ, തനിക്ക് എത്ര ഭാവമാടോ ഈ കുഞ്ഞു മുഖത്തിലൂടെ ഇങ്ങനെ ഓടിമാഞ്ഞു പോകുന്നേ? എന്ത്? ഒന്നുമില്ല. അല്ല, താനിതെങ്ങോട്ടാ പോണേ? അത് നന്ദാമാം സങ്കടപ്പെട്ടല്ലേ പോയേക്കുന്നേ. അതാ ഒന്ന് ചെന്ന് കണ്ടാലോന്ന്. ഓ, അതിന് താനിവിടെ പോയി കഴിഞ്ഞാ ഒന്നും നടക്കത്തില്ല. അതുകൊണ്ട് താനിങ്ങ വാ, നമുക്ക് കുറച്ച് ഭാവി സംസാരിക്കാം. എന്തുവാ? ഇങ്ങ വരാൻ. എവിടാ? എനിക്ക് നിന്നെ കാണണം. ശബ്ദമെങ്കിലും ഒന്ന് കേൾക്കണം. ഓ, ഈ പെണ്ണെന്താ വരാത്തെ? കൊറേ ടൈമായല്ലോ. ഓ, വരണ്ട്. ഓയ് ബേബ്, എവിടെ ആയിരുന്നു ഇത്രയും നേരം? ഓ എന്റെ പൊന്നോ, ദേഷ്യപ്പെടാതെ. ഞാനേ ക്ലാസ് കഴിഞ്ഞിറങ്ങിയപ്പം, അല്ല അതിനു മുന്നേ നമ്മുടെ ക്ലാസ്സിലേക്ക് പുതിയതായിട്ടൊരു ചെറുക്കൻ വന്നു. അവൻ ക്ലാസ് കഴിഞ്ഞിറങ്ങിയപ്പോൾ ഞാനും അവനും തമ്മിൽ ചെറുതായിട്ടൊന്ന് മുട്ടി. ഞാൻ വീണു, എൻ്റെ കൈ മുറിഞ്ഞു. അപ്പം അവൻ എനിക്ക് മരുന്നൊക്കെ വെച്ച് തന്ന് അങ്ങനെ ലേറ്റായിപ്പോയി. ഓ, എന്താണ് മനസ്സിനൊരിളക്കം? അങ്ങനൊന്നുമില്ല. ഓ, നടക്കട്ടെ നടക്കട്ടെ, എന്നെ മറക്കല്ല അവസാനം. ഓ പോ, ഞാൻ കൂട്ടില്ല. ഇന്ന് വന്നില്ല. എന്താ? എന്താ? അല്ല, കുറച്ച് ഡേയ്സ് ആയിട്ട് ഞാൻ കാണുന്നുണ്ട് എന്നെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. അതാ ചോദിച്ചേ എന്താന്ന്. ആര് നോക്കിയെന്ന് ഞാനൊന്നും നോക്കിയിട്ടില്ല. ദോ നിങ്ങളുടെ ദോശ. ദോശ. ബേബ്, ഇന്നാ. എന്തോന്ന് പിള്ളേരെ, നിങ്ങൾ കൈ കിട്ടണ എല്ലാം മാറ്റവും. ഇങ്ങനെ പോയാൽ നിങ്ങള് നിങ്ങളുടെ കെട്ടിയന്മാരെ വരെ മാറ്റൂലോ. ഓ മോൻ, എന്തോ? നമ്മൾ കല്യാണം കഴിഞ്ഞു പോയാ പിന്നെ നമ്മൾ എന്താ ചെയ്യാ? നമ്മൾ ഇങ്ങനെ കാണുമോ? ഓ, ഇതിനെ ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളും എടുത്ത് തലയിലെടുത്ത് വെച്ചോട്ടോ. അത് സംഭവിക്കേണ്ടതാ മോൻ, അതാ ചോദിക്കുന്നേ. അതാണോ? എന്നാ ഞാൻ നിന്നെ കെട്ടട്ടെ, അപ്പൊ നമുക്ക് ഒരുമിച്ച് നിക്കാലോ. ഓ, അതിന്റെ ഇടയ്ക്ക് അവളുടെ തമാശ. മാളു, ഓ എന്തിങ്ങനെ അലറണേ? എന്താടി ഇത്? ആര് തന്ന ലവ് ലെറ്റർ ആടി ഇത്? അത് ലവ് ലെറ്റർ ഒന്നുമല്ല, അതെനിക്ക് മോൻ തന്നതാ. ദിവസവും കാണുന്ന നിങ്ങൾ എന്തിനാ ഇങ്ങനെ കത്തയക്കുന്നേ? അതമ്മയ്ക്ക് അറിയത്തില്ലേ, ചേച്ചിയും ആ ചേച്ചിയും തമ്മിലേ പ്രേമാണ്. അനു, അയ്യേ പ്രേമോ? മാളു, നീ ആ കൊച്ചിനെ കാണണ്ട കേട്ടോ. ആ കൊച്ചു ശരിയല്ല. ഞാൻ കാണും. ഇതിങ്ങനെ വിട്ടാ ശരിയാവൂല. അങ്കിൾ, ഇന്നലെ പറഞ്ഞ ആ ബുക്ക്. ആ മോളെ, ആ ബുക്കിന്റെ ഒരു സ്റ്റോക്കേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ദേ, ആ കൊച്ച് ആ ബുക്ക് വാശി പിടിച്ച് മേടിച്ച് വായിച്ചോണ്ടിരിക്കുക. ആര്? അതെ, ആ ബുക്ക് ഞാൻ എടുത്തതാ. ഞാനാണ് ഫസ്റ്റ് ടൈം കണ്ടതെടുത്തേ. അപ്പൊ ഞാൻ തന്നെ അത് വായിക്കും. മോൻ, നമ്മൾ പിരിയുമോ?
എന്താ നിനക്ക് പറ്റിയേ? മോൻ, എനിക്ക് നിന്നെ പിരിയണ്ട. നീ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണം. എനിക്ക് പറ്റില്ല നീ ഇല്ലാതെ. ഓ ഈ കൊച്ച്, നീ എനിക്ക് 5 പ്രോമിസ് തന്നത് ഓർക്കുന്നുണ്ടോ? ഉം, അതൊരിക്കലും നമ്മൾ മറക്കരുത്. പ്രോമിസ് ഈസ് എ പ്രോമിസ് എന്നല്ലേ? ഈ പ്രോമിസ് മറക്കാതിരിക്കാൻ ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. പ്രോമിസ് നമ്പർ 1, ഞാനാണ് നിന്റെ ബെസ്റ്റ് ഫ്രണ്ട്, സോൾമേറ്റ്, സീക്രട്ട് കീപ്പർ, ഓൾ ഇൻ ഓൾ. നിനക്ക് എന്ത് പ്രശ്നം വന്നാലും, എന്ത് സങ്കടം വന്നാലും, എന്ത് സന്തോഷം വന്നാലും, എന്ത് മനസ്സിനെ ബുദ്ധിമുട്ട് സംഭവിപ്പിക്കുന്ന പ്രശ്നമുണ്ടായാലും ഫസ്റ്റ് എന്നെ ഓർക്കണം. ലൈഫ് തന്നെ മടുത്തെന്ന് തോന്നിയാലും വേറെ എന്ത് ചെയ്യും മുന്നേ എന്നെ ഓർക്കണം, എന്നെ വിളിക്കണം. പ്രോമിസ് നമ്പർ 2, നമുക്ക് രണ്ടാൾക്കും ജോലിയൊക്കെയായി പൈസ കിട്ടിയിട്ട് നമുക്ക് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നമ്മുടെ 5 ഡ്രീം പ്ലേസിലേക്ക് നമുക്ക് പോകണം. പ്രോമിസ് നമ്പർ 3, നമ്മൾക്ക് രണ്ടാൾക്കും നമ്മൾ പറഞ്ഞതുപോലെ ഒരു കൊച്ചു വീടുണ്ടാക്കണം. നല്ല മനോഹരമായ പുഷ്പങ്ങൾ നിറഞ്ഞതും ആര് കണ്ടാലും ഒന്ന് കൊതിവെച്ചു പോകുന്ന തരത്തിലുള്ള ഒന്ന്. അവിടെ നമുക്ക് ആരോരുമില്ലാത്ത അമ്മമാരെയും അച്ഛന്മാരെയും ആരും നോക്കാനില്ലാത്ത കുഞ്ഞുങ്ങളെയും താമസിപ്പിക്കണം. അതിന് നമുക്ക് ബ്ലീഡിംഗ് ഹേർട്ട് എന്ന പേരിടണം. പ്രോമിസ് നമ്പർ 4, നമ്മൾ എവിടെയായിരുന്നാലും ഏത് കാട്ടിലായിരുന്നാലും നമ്മൾ തമ്മിൽ ബന്ധമുണ്ടാവണം. നീ എന്നെ വിളിക്കണം, അത് പറ്റിയില്ലെങ്കിൽ കത്തയക്കണം. ഒരിക്കലും നമ്മൾ തമ്മിൽ അകൽച്ച ഉണ്ടാവില്ല. ആരെന്ത് പറഞ്ഞാലും നമ്മുടെ ബന്ധത്തിന് ഒരു കേടുപാടും ഉണ്ടാകരുത്. പ്രോമിസ് നമ്പർ 5, എൻ്റെ മോളെ കൊണ്ട് നിന്റെ മോനെ കെട്ടിക്കണം. ഇനി അഥവാ എൻ്റെ മോനെ കൊണ്ട് നിന്റെ മോളെ കെട്ടിക്കണം. അപ്പോൾ നമ്മൾ ബന്ധക്കാരാകും. നീ എൻ്റെ കൊച്ചിൻ്റെ അമ്മായിമ്മ, ഞാൻ നിന്റെ കൊച്ചിൻ്റെ അമ്മായിമ്മ. എന്ത് രസാലേ? പ്രോമിസ്? Colors and promises, how to be brave, how can I love when I'm afraid to fall. അങ്കിൾ പ്രണയാഗ്നി. ആ മോളെ, അതാ കുഞ്ഞിന്റെ കയ്യില. ഞാൻ എടുക്കുന്നതെല്ലാം തനിക്ക് വേണോ? ഞാൻ എടുക്കുന്നതല്ലേ താൻ അന്വേഷിച്ചു വരുന്നത്? ഓക്കെ, ഞാനാണ് ഇതെല്ലാം ഓർഡർ ചെയ്തത്. ഓക്കെ, ഒരു ബുക്ക് ഇറക്കുന്നത് വായിക്കാൻ വേണ്ടിയാണ്. എനിക്കത് കണ്ടിഷ്ടമായി, വായിക്കണമെന്ന് തോന്നി, ഞാൻ എടുത്ത് വായിക്കുന്നു. അങ്കിൾ നീലത്താമര. അത് ഓഹോ, ഇത് പറ്റില്ല. ഞാൻ അന്വേഷിച്ചു വരുന്നതൊക്കെ താൻ എടുത്ത് വായിക്കുന്നു. ഇതുവരെ ആദ്യ 2 നോവൽ വായിച്ചു കഴിഞ്ഞില്ലേ? ഇല്ലാന്നേ. ഇനി ഒന്നും പറയണ്ട. എനിക്ക് ഈ 3 നോവലിൽ ഏതെങ്കിലും ഒരു നോവൽ ഇപ്പോ കിട്ടണം. വാശിയാണോ? ആ, വാശിയ. ഓക്കെ, ഐ വിൽ ഗിവ് പ്രണയാഗ്നി. താങ്ക്സ്. ഇതെന്താ കത്തൊക്കെ? ഹേയ്, പ്രത്യേകിച്ച് മുഖവരൊന്നും പറയാനില്ല. താൻ അളകനന്ദ അല്ലേ? ആദ്യം തന്നെ സോറി. ഞാൻ മനഃപൂർവ്വം താൻ എടുക്കുന്ന ബുക്ക് എടുത്ത് വായിക്കുന്നതാ. അതിന്റെ കാരണം താൻ തന്നെയാണ്. തനിക്കൊരു കാര്യം അറിയോ? എന്റെ ഹൃദയം ഇപ്പോ മുഴുവേറ്റപ്പെട്ടിരിക്കുകയാ. അതിന്റെ കാരണം താൻ തന്നെയാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്റെ ഭാര്യയായി എന്റെ കൂടെ തനിക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? പെട്ടെന്നൊന്നും മറുപടി തരണ്ട. പതിയെ ആലോചിച്ചെടുത്താൽ മതി. ഇത് നേരിട്ട് പറയണമെന്ന് തന്നെ ഓർത്തതാ. ബട്ട് താൻ എങ്ങനെ ഇതെടുക്കുമെന്ന് എനിക്കറിയാത്തതുകൊണ്ടാ ഈ രീതി എടുത്ത്. എടോ, പ്രേമക്കത്തുണ്ടോ? പ്രേമക്കത്ത്? അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. താൻ എടുത്തെന്നാ പറഞ്ഞത്. സത്യമായിട്ടും എന്റെ കയ്യിലില്ല. ഇവിടെയല്ലേ, ഞാൻ വേറെ എവിടെയെങ്കിലും ചെന്ന് നോക്കിയെടുത്ത് തരാം. സത്യം, ഞാൻ എടുത്തിട്ടില്ല. എന്നാ താൻ പോയി എടുത്തോണ്ട് വാ. ബുക്കിന്റെ ഓർഡർ അജ്ഞാത കാമുകൻ. തനിക്കെന്നെ ഇഷ്ട? അത് ആ ഇഷ്ട.
പിന്നീട് അങ്ങോട്ട് അവരുടെ നാളുകളായിരുന്നു. ആഹാ, ഇന്ന് വേതാളം മാത്രമേ വിക്രമാദിത്യനെവിടെ? അത് രണ്ടും വഴക്കായോ? ഇരി, ദോശ എടുക്കാം. വേണ്ട. പോകാം. മൂൺ അവിടെ നോക്കി നിൽക്കുക. നിനക്ക് ഞാനാണോ അതോ അവളാണോ വലുത്? നിങ്ങൾ രണ്ടുപേരും രണ്ട് രീതിയിൽ എനിക്ക് പ്രിയപ്പെട്ടവരാണ്. എന്ന പൊക്കോ. പോയി കഴിഞ്ഞാ പിന്നെ എന്നോട് മിണ്ടാൻ വരണ്ട. ഞാൻ പോണില്ല. ദാ, നിനക്ക് എന്താ പറ്റിയേ? ഞാൻ കുറച്ചു ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഒന്നും മിണ്ടുന്നില്ല. വന്നാ രണ്ട് വാക്ക് സംസാരിച്ചിട്ട് പോകും. എന്താ ഇത്? അത് ഞാൻ വേണ്ട, എനിക്ക് വിഷമാവുന്നുണ്ട് നിന്റെ ഈ മാറ്റം. പറ, എന്തുണ്ട് വിശേഷം? കോൾ എടുക്ക്. അത്യാവശ്യമാണെങ്കിലോ? അത് മഹിയേട്ടനാണ്. അത് ഞാൻ പിന്നെ എടുത്തോളാം. ഇപ്പൊ നമുക്ക് രണ്ടാൾക്ക് സംസാരിക്കാം. പറ പെണ്ണേ. ചേട്ടാ, എന്താ കാണണോന്ന് പറഞ്ഞേ? നീ ഇനി അവളുടെ കൂടെ നടക്കരുത്. ഞങ്ങളുടെ മാരേജ് ഉറപ്പിച്ചതാ. നീയുള്ള കാരണം ഞങ്ങൾക്കൊന്ന് ശരിക്കും സംസാരിക്കാൻ കൂടെ പറ്റുന്നില്ല. നീ ഉള്ളപ്പോ അവൾ എന്നെ മൈൻഡ് കൂടെ ചെയ്യുന്നില്ല. നിന്റെ പേരിൽ ഞാൻ അവളെ വേദനിപ്പിക്കുക. നീ കാരണം ഞങ്ങൾ എപ്പോഴും അടിയുണ്ടാക്കുന്നേ. ഞങ്ങളുടെ ഇടയിൽ ഏറ്റവും വലിയ പ്രശ്നമാണ് നീ. നീ അവളുടെ ലൈഫിൽ നിന്ന് ഇറങ്ങണം. അവൾ സന്തോഷമായിരിക്കുന്നത് നിനക്ക് കാണണ്ടേ? എങ്കിൽ നീ അവളുടെ ലൈഫിൽ നിന്ന് പോകണം. ഞാനിതൊക്കെ നിന്നോട് വന്ന് പറഞ്ഞെന്ന് അവൾ അറിയണ്ട. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഞാൻ മാളുവിൻ്റെ അടുത്ത് പോകാറില്ല, മിണ്ടാറില്ല. അങ്ങനെ ഒരു ദിവസം, മോൻ, നീ എന്നെ അവോയ്ഡ് ആക്കുവാണോ? നീ ഇതിന് എൻ്റെ അടുത്ത് വരുന്നേ? എനിക്ക് നിന്നെ ഇഷ്ടമല്ല. നീ എനിക്ക് വല്ലാതെ ഡിസ്റ്റർബൻസ് ആണ്. മോൻ, എന്താടാ ഈ പറയണേ? മതി, എന്നെ ഇനി അങ്ങനെ വിളിക്കണ്ട. എനിക്കൊരു പേരുണ്ട്, അത് വിളിച്ചാ മതി എന്നെ. മാറി നിക്ക്, എനിക്ക് പോണം. പോവല്ലേ പ്ലീസ്. നമ്മുടെ പ്രോമിസ് നീ മറന്നോ? നമ്മൾ ഒരിക്കലും പിരിയില്ലെന്നാ. എന്നാ ആ പ്രോമിസ് ഞാൻ അങ്ങ് തകർത്തു. ഇനി ഒരിക്കലും നീ എന്നെ കാണാൻ വരരുത്. ബൈ. മോൻ, നിന്റെ വാക്കൊക്കെ എന്നെ വല്ലാതെ മുറിവേൽപ്പിക്കുന്നുണ്ട്. മോൻ, പോവല്ലേ? എന്നെ ഒറ്റക്കാക്കി പോവല്ലേ? പ്ലീസ് പോവല്ലേ? സോറി, എനിക്ക് നിന്നെ വേദനിപ്പിച്ചേ പറ്റൂ. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഞാൻ വല്ലാതെ വിഷാദത്തിലായി മാറി. എൻ്റെ ബോഡി ഫുൾ വീക്കായി, തളർന്നു വീണു. ചന്ദ്രേട്ടാ, ഞാൻ ആ കൊച്ചിനെ കണ്ട വിവരം പറഞ്ഞിട്ട് വരാം. വേണ്ട, അവള് വരില്ലായിരിക്കും. ഒന്ന് കണ്ടേക്കാൻ ചന്ദ്രേട്ടാ. നമ്മുടെ മോളുടെ അവസ്ഥ എനിക്ക് കാണാൻ പറ്റണില്ല. മഹേട്ടാ, എന്താ ഇവിടെ? ഞാൻ നിന്നോട് പറഞ്ഞ കാര്യം നിനക്ക് ഓർമ്മയില്ലേ? നീ ഒരിക്കലും അവളുടെ ലൈഫിലേക്ക് വരരുത്. നിന്നെ തിരിച്ചു വിളിക്കാൻ പലരും ശ്രമിക്കും. അതിലൊന്നും നീ വീടരുത്. അഹി, അമ്മ, ഇവൾ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. വന്നില്ലേ നമ്മുടെ മാളുവിനെ ഇവള് വീണ്ടും ദ്രോഹിക്കുമെന്ന് പറഞ്ഞു. പാറുമാ, വേണ്ട, നീ എന്നെ ആ പേരിൽ വിളിക്കരുത്. മഹി, വാ. ഞാൻ അപ്പോളെ മാളുവിനോട് പറഞ്ഞതാ ഇവള് ശരിയല്ലെന്ന്. വാ മഹി. പാറുമാ. എന്നിട്ടോ മാളുമ്മ അതറിഞ്ഞോ? അറിഞ്ഞു. മാമിന് അതൊരു ഷോക്കായിരുന്നു. വിശ്വസിച്ച് കൂടെ നിർത്തിയവൾ തന്നെ ഇത്രയും കാലം ചതിക്കുമായിരുന്നെന്നോർത്ത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ബട്ട് വിശ്വസിപ്പിക്കാൻ അവർക്ക് നല്ല മിടുക്കായിരുന്നു. അന്ന് സെപ്പറേറ്റ് ആയതാ രണ്ടും. തെറ്റിദ്ധാരണ. ശരിക്കും മഹേച്ചൻ കാരണമാണല്ലേ അവർ പിരിഞ്ഞത്? ഏനോനോ, ആളെ കുറ്റം പറയാൻ പറ്റൂല. കാരണം താൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരാൾ, ആ ആൾക്ക് എന്നെ അല്ലാതെ മറ്റൊരാൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നേ എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു തരം ജെല്ലി പോസസീവ്നെസ്.
അത് ഒഴിവാക്കാൻ കാട്ടിക്കൂട്ടിയ പരിപാടികളാണ്, അത്രേ ഉള്ളൂ. ആരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. എല്ലാവർക്കും അവരവരുടേതായ റീസൺസ് ഉണ്ടല്ലോ. താൻ നല്ല കാവ്യത്തിലാണല്ലോ പറയണേ. തനിക്ക് പ്രണയമുണ്ടോ? ഏ നോ, ഞാൻ ഇന്നേ വരെ ആ ഫീലിങ്സ് അറിഞ്ഞിട്ടില്ല. അറിയണമെന്നുണ്ടോ? എന്താ ഉദ്ദേശിച്ചേ? അല്ല, ആ ഫീലിങ്സ് അറിയണമെന്നുണ്ടെങ്കിൽ അറിയിക്കാൻ ഞാൻ റെഡിയാണെന്ന്. ഓ അങ്ങനെ, ആലോചിക്കട്ടെ. മാം. ആ മോളോ, വാ. എനിക്ക് മാമിനോടൊന്ന് സംസാരിക്കണം. ഇരിക്ക്. എന്താ ചോദിക്കാനുള്ളേ? അത് ചോദിക്കാനുള്ളതല്ല, എനിക്കൊരു കാര്യം മാമിനെ ഏൽപ്പിക്കാനാണുള്ളത്. എന്താ? ഇത് ആക്ച്വലി മാമിൻ്റെ ഇൻ്റർവ്യൂ ഞങ്ങൾ ചോദിച്ചു വാങ്ങിയതാ. എനിക്ക് തന്ന ഡ്യൂട്ടി ഇതായിരുന്നു, മാമിൻ്റെ കയ്യിൽ ഈ ബുക്ക് എത്തിക്കുക എന്നത്. മോൾക്ക് മോളിനെ അറിയോ? മോളാണോ മോൾക്കിത് തന്നയച്ചത്? ആക്ച്വലി മാളുമ്മയുടെ മോണിന്റെ മകളാണ് ഞാൻ. എന്താ? മഹിയേട്ടന്റെ മരണത്തോടെടുത്തപ്പോഴാ ഏട്ടൻ എന്നോടെല്ലാം പറഞ്ഞത്. അന്നു മുതൽ ഞാൻ തിരിയുന്നതാ എൻ്റെ ജീവന്. മോളെ, എനിക്ക് മോണിനെ ഒന്ന് കാണണം. മാളുമ്മ, അമ്മയ്ക്ക് വേണ്ടി എൻ്റെ അമ്മ ആ ബുക്കിലെ അവസാനത്തെ പേജിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. അത് വായിക്കുക. അത് എൻ്റെ അമ്മ മാളുമ്മയ്ക്ക് തരുന്ന ഒരു പ്രോമിസാണ്. മാളു, നിനക്ക് ഈ ബുക്ക് കൊണ്ടുതരുന്ന എൻ്റെ മകളാണ്. മാളു, ഈ ബുക്ക് നീ സന്തോഷത്തോടെ വായിക്കുന്നത് എനിക്ക് കാണണമെന്നുണ്ട്. പക്ഷേ ഡോക്ടർ എന്നോട് പറഞ്ഞു, നിനക്ക് ഈ ഭൂമിയിൽ 72 മണിക്കൂർ കൂടെ ഉള്ളൂ എന്ന്. പോട്ടെ, എനിക്കത് കാണാനുള്ള ഭാഗ്യമില്ലെങ്കിലും എന്നെ പ്രതിനിധീകരിച്ചെത്തിയ എൻ്റെ മകൾക്ക് ആ ഭാഗ്യമുണ്ടായില്ല. മാളു, സോറി ഫോർ എവരിതിങ്. എനിക്ക് നിന്നോട് ഒറ്റ കാര്യം പറയാനുണ്ട്. നമ്മളാ പ്രോമിസ്, അത് ഒന്നും നീ ചെയ്തില്ലേലും അവസാനത്തെ ആ പ്രോമിസ് നീ ചെയ്യണം. എൻ്റെ മകൾ, അവളെനിക്ക് കുഞ്ഞുനാളും ഇഷ്ടപ്പെട്ടതാ. അവളെ നോക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അവളൊറ്റയ്ക്കാണ്. മാളു, എന്നെ വിശ്വസിപ്പിച്ച് ഞാൻ ഏൽപ്പിക്കൂ. ഞാൻ കാണാതെ പോയിട്ട് പൊന്നമ്മനെ എനിക്ക് വേണ്ടി ഒരു പ്രോമിസ് കൂടെ ചെയ്യണം. എൻ്റെ മരണം നീ ഒരിക്കലും തളർത്തരുത്. നീ കരയരുത് എനിക്ക് വേണ്ടി. നീ കരയുന്ന എനിക്ക് സഹിക്കില്ലടാ. കരയില്ലടാ. നാളെ പോകുകയാണല്ലേ? വിലപ്പെട്ട ഒന്നിനെ ഇവിടെ നഷ്ടമാക്കിയിട്ടാണല്ലേ പോകുന്നത്? ഞാൻ എൻ്റെ അമ്മയെ ഇതുവരെ കണ്ടിട്ടില്ല. എനിക്കൊരു അമ്മയുണ്ടെന്ന് അറിയുന്നത് തന്നെ ഒരു 5 വയസ്സുള്ളപ്പോഴാ. ഓർഫനേജിലെ മദർ പറഞ്ഞു, ഞാൻ ജനിച്ച് ദിവസങ്ങൾക്കകം എൻ്റെ അമ്മ മരണപ്പെട്ടു എന്ന്. എനിക്കതിൽ ഇന്നേ വരെ സങ്കടമുണ്ടായിട്ടില്ല. കാരണം എനിക്കൊരമ്മയുണ്ടായിരുന്നു. ഒന്നല്ല, 2 അമ്മമാർ. അതായിരുന്നു ആ ബുക്ക്. അതിലെ മാളും മൂണും. എനിക്കൊരു 5 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ ഓർഫനേജിലെ മദർ എനിക്ക് സമ്മാനിച്ച ബുക്ക്. അതായിരുന്നു ആ സോൾമേറ്റ് എന്ന ബുക്ക്. അതിലൂടെയാണ് ഞാൻ എൻ്റെ അമ്മയെ കണ്ടത്. എൻ്റെ അമ്മയുടെ സംസാരം, അമ്മ എങ്ങനെയായിരുന്നുവെന്ന്, എൻ്റെ അമ്മയുടെ മണം, അതെല്ലാം എനിക്ക് ആ ബുക്കായിരുന്നു. പിന്നീട് ഞാൻ ഉറങ്ങുന്ന തന്നെ ആ ബുക്ക് കെട്ടിപ്പിടിച്ചിട്ടാണ്.
ഇനി ആ ബുക്കിന് പകരം എന്നെ കൂടെ കൂട്ടിക്കൂടെ? ഞാൻ ചുമ്മാ പറഞ്ഞതല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞതാ. പണ്ട് അമ്മ എന്നോട് പറയുമായിരുന്നു, നിനക്കൊരു രാജകുമാരി ഉണ്ട്, അവൾ നിന്നെ തേടി വരികയോ നീ അവളെ തേടുകയോ ചെയ്യുമെന്ന്. അതിപ്പോൾ സംഭവിച്ചു. ആ രാജകുമാരി എന്നെ തേടി വന്നു. ഞാൻ ആ രാജകുമാരിയെ കണ്ടെത്തുകയും ചെയ്തു.